ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് ചായയുടെ കൂടെ നല്ല മുരിഞ്ഞ ഉള്ളിവട ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ആ വീഡിയോ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാട്ടോ. ഞാൻ പല പ്രാവശ്യം ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് നല്ല ടേസ്റ്റോടുകൂടി ഉള്ളിവട കിട്ടിയത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. ഞാൻ ആദ്യം തന്നെ 4 വലിയ ഉള്ളിയാട്ടോ എടുത്തേക്കുന്നേ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാവേ. എന്നിട്ട് ഈ ക്ലീൻ ചെയ്ത ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം കേട്ടോ. നല്ല മഴയുള്ള സമയത്ത് ഇതേപോലെ എണ്ണപ്പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെല്ലാവരും കൂടെ കുശലമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കാൻ ഒരു രസം തന്നെയാല്ലേ. ഇവിടെ കുവൈറ്റിൽ വന്നേ പിന്നെ എനിക്കത് നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നാടും വീട്ടുകാരും എല്ലാം. നമ്മുടെ ഫ്ലാറ്റിലെ സ്ഥിരം കാഴ്ചയാട്ടോ ഇത്. ഇവിടെ നിറയെ പ്രാവുകളുണ്ടേ. അപ്പോൾ ഞാൻ ഈ ഉള്ളിവട ഉണ്ടാക്കുന്നതിനിടയ്ക്ക് അമ്മയെ അതേ ഒരു പ്രാവ് വന്നെന്നും പറഞ്ഞ് മോള് വിളിച്ചു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ ഞാൻ ചെറുതായിട്ട് നല്ല കട്ടി കുറഞ്ഞ് നന്നായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അതെല്ലാം അരിഞ്ഞെടുത്തിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ടേ. നമുക്ക് ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മുക. അത് കൈകൊണ്ട് തന്നെ നന്നായിട്ടത് തിരുമ്മിയെടുക്കണം. കാരണം അതിൽ നമ്മൾ അരിയുമ്പോൾ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഒന്നുകൂടി അത് കട്ട് ചെയ്തിടാമല്ലോ. അപ്പോൾ അതങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി നല്ല വാടിയ പോലെ ആക്കണേ. എന്നിട്ട് ഞാനത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതാ ഇഞ്ചി ഞാൻ ചെറിയ പീസാക്കി അരിഞ്ഞ് ഇഞ്ചി ഇടുന്നുണ്ട്. പിന്നെ ചെറിയ കറിവേപ്പില അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളക് 2 എണ്ണം അതും അരിഞ്ഞിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൈദ ആഡ് ചെയ്യാം കേട്ടോ. ഈ മൈദ നമുക്ക് കൂടിപ്പോകരുതേ. കൂടിപ്പോയാൽ ആ ഉള്ളിവടയുടെ ടേസ്റ്റ് കുറയും. ജസ്റ്റ് ഒന്ന് ഉള്ളിയെ ബൈൻഡ് ചെയ്ത് നിൽക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ മൈദ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതാ അപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം ചെറുതായിട്ട് ചെറിയ ഉരുളയായിട്ട് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇടാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഓരോ ഉള്ളിവട ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാമേ. നമുക്ക് ഈ മൈദ ആഡ് ചെയ്യുന്ന സമയത്ത് 1 ടീസ്പൂൺ കടലമാവ് കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ 2 വട്ടം ആഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കടലമാവ് ഇടുന്നതിനേക്കാളും ടേസ്റ്റ് മൈദ തന്നെ ഇട്ടുണ്ടാക്കുന്നതാണേ. അതിവിടെ എൻ്റെ ഹസ്ബൻഡാണേലും പറയും മൈദ തന്നെ ഇട്ടുണ്ടാക്കിയാൽ മതി, അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന്. അതുകൊണ്ടാട്ടോ ഞാൻ കടലമാവ് ഇടാത്തേ. അപ്പോൾ അത് നമ്മുടെ ഉള്ളിവടയെല്ലാം എണ്ണയിൽ കിടന്ന് അങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുവാണേ. എനിക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുന്ന ആട്ടോ ഇഷ്ടം. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡിൽ നിന്ന് മറിച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ ഫ്ലെയിം ശ്രദ്ധിക്കണേ, അത് നന്നായിട്ട് കുറച്ച് വെക്കണേ. അങ്ങനെ ഉള്ളിവട റെഡി ആകുമ്പോഴേക്കും നമുക്കെന്നാൽ ചായ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതാ ഞാൻ പാലെടുത്ത് ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ടേ. ഇതാ അപ്പം നമ്മുടെ ഉള്ളിവട ഇങ്ങനെ എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കത് പതിയെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവേ. നല്ല ചൂട് ചായയുടെ ഒപ്പം നല്ല ചൂട് ഉള്ളിവട, എന്താ ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനിടുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഇതിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ.